ആ കിട്ടി കിട്ടി കിട്ടി. ഇതാണ് നമ്മൾ കൊടുത്ത ഫൈനൽ പ്ലാന്. അതെ, എങ്ങനെയൊക്കെയാന്നൊന്ന് പറയൂ. ഇത് നമ്മൾ ഓഫീസ് മുറി. ഓഫീസ് മുറിന്റെ നേരെ പോയി ഈ റൈറ്റ് സൈഡിൽ തന്നെ ഒരു സ്റ്റെയർ കേസ്. പിന്നെ നേരെ കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ ബെഡ്റൂം. അവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു സ്റ്റെയർ കേസ് വരും. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കിച്ചന്റെ ചുമരിനോട് അടുപ്പിച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് വരും. എന്തിനാ 3-4 സ്റ്റെയർ കേസ് ഒരു വീട്ടില്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഫ്ലവർ ബോട്ടിലും ട്രോഫിയൊക്കെ വെക്കാൻ സ്റ്റെയർ കേസ് വേണമെന്ന്. അത് സ്റ്റെയർ കേസ് അല്ല, ഷോ കേസ് അല്ലേ? ഷോ കേസ് അല്ലേ, അങ്ങനെയും പറയാലോ. അല്ല, പണി തുടങ്ങണ്ടേ? തുടങ്ങണം. അപ്പൊ ഈ മറ്റേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ റൂമിന്റെ അളവൊക്കെ റൂമിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നു. അത് നിങ്ങളോട് മാത്രമായിട്ട് പറഞ്ഞുതരാം. എന്നോട് ഒന്നും പറയണമെന്നില്ല. ആ പണിക്കൊരു സത്യം ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ താൻ ഈ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളൊന്ന് കാണിച്ചു കൊടുക്ക. അപ്പൊ പണിക്കാരിക്കാ വീടുണ്ടാക്കണേ? വീട് ഞങ്ങൾക്കാണ്, വൈഫ് പുറത്താണല്ലോ. അവന്റെ ഭാര്യയാണ് ഇപ്പൊ ഈ കാശൊക്കെ ചെലവാക്കണത്. ഇവനെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണമെന്നുള്ളൂ. അപ്പൊ ആ ചെലവഴിച്ചുണ്ടാക്കണ ഒരു വീടിന് യാതൊരു വിധത്തിലുള്ള കോർണക്കേടും ഉണ്ടാവരുത്. അത് ഞാൻ എന്റെ വീടിന്റെ ഒരു തകരാറും ഉണ്ടാവില്ല. ഞാൻ അടുത്ത പണിക്ക് ഇന്നേ വരെ ഒരു പണി പ്രശ്നം ഉണ്ടായില്ല. പണിയണയിലല്ല, അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് ഇപ്പൊ ഞാൻ ഈ പണിക്കൊരു സത്യനോടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ മഴ? വരുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. ശീതള അയ്യോ. അപ്പോ ശീതള, സുഗതന്റെ മകന് വീട് വെക്കുക. ശരി. അപ്പൊ ഒരു കിണർ കുഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ഥാനം നോക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൂട്ടത്തിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. എന്താ ഇപ്പൊ പ്ലാൻ കൊണ്ടുവന്നിണ്ടേ. അപ്പൊ അതൊന്ന് താൻ നോക്കിട്ട് നോക്കണേ. അതെ, പിന്നെ ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ, അതിന്റെയൊക്കെ പ്ലാന് കണ്ടാല് ഇവിടെ താല പെരുത്തിട്ട് നമുക്ക് ചുരുട്ടി കൂട്ടി വലിച്ചടറിയാ തോന്നും. അങ്ങനെയാ, വീടിന്റെ പ്ലാൻ തന്നെയാണോ എന്നൊക്കെ തോന്നും. അതെ അതെ അതെ, ഇതാണ് ഇതിന്റെ ഫൈനൽ പ്ലാൻ. ഇതാണ് ഫൈനൽ. ഇതിപ്പോ കിണറായിട്ട് വരില്ലേ? അതായിട്ട് വരില്ല, അവിടെയാ കിണറ്. കിണറ് തെക്ക് വടക്കാണ് ഞാൻ പറഞ്ഞേ. അത് പാടില്ലേ? തെക്ക് വടക്കല്ലേ വേണ്ടേ? കിണർ ഇതാ വടക്ക് കിഴക്ക് വരണം. വടക്ക് കിഴക്കല്ലേ? അപ്പൊ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടിയാ പോരെന്ന്. അത് പോരാ, ഇതാണ് കുഴപ്പം. ഇതെന്താ ബാത്റൂമാ? ബാത്റൂം. കന്നിമൂലയിലൊന്നും ബാത്റൂം വരാൻ പാടില്ല. നിങ്ങൾക്ക് ഏത് മൂല കണ്ടു കഴിഞ്ഞാലും കന്നിമൂല. എന്തേ പറയൂ? അതിന് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. അത് പലതും അനുഭവം ഉള്ളതുകൊണ്ടാ ഈ പറയണത്. സത്യേട്ടാ, ഇപ്പൊ ഈ പ്ലാനാണ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുത്തേക്കണത്. അത് തിരിച്ചു വാങ്ങണം. അയ്യോ, ഒരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കിയേ. നേരില്ലാത്ത നേരത്താണ് ഇപ്പൊ ആ കുട്ടി പോയിട്ടുള്ളത്. ഇവനാച്ച ഒരു കാര്യത്തിനിട്ട് ഇറങ്ങൂല്ല. അതെ, ഇപ്പൊ എന്തായിരുന്നു? പണി തുടങ്ങിയോ? പണി നിങ്ങളെ കഴിഞ്ഞോട്ട് വെച്ചിട്ടാ, ഞാൻ തുടങ്ങാച്ചിട്ടാ. അല്ല, ഒന്നാമത് ശീതളിനെ പറഞ്ഞാൽ മതി. ഇതേ എല്ലാവരും ഒരു കൂട്ടുകാരൻ ഇവിടെ ഉള്ളപ്പോ അവനോടൊന്ന് ചോദിച്ചിട്ട് വേണ്ട ഈ പ്ലാൻ വരയ്ക്കാൻ. മൂപ്പര് വരയ്ക്കലാളെ സംഭവിച്ചില്ല, പക്ഷെ നമ്മുടെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട വരയ്ക്കാൻ. എന്റെ സുഗത, അന്ന് സത്യൻ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ട് താൽക്കാലികമായിട്ട് അതിന്റെ ഒരു പ്ലാൻ കൊണ്ടുവരാനേ ഞാൻ പറഞ്ഞു. ഇതിപ്പോ പെർമിറ്റിന് കൊടുക്കാനുള്ള പ്ലാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. ആ വേലായുധന്റെ വീട് താൻ്റെ പണിയെടുത്തത് അല്ലേ? ഞാനേ ആ വേലായുധന്റെ വീടിന്റെ പ്ലാൻ കണ്ടപ്പോ പറഞ്ഞു അത് അടുക്കള സ്ഥാനത്തല്ല, അത് മാറ്റണം എന്ന് പറഞ്ഞാണ്. വേലായുധന്റെ വീട് നോക്കാം. സ്റ്റവ് പൊട്ടി തെറിച്ചിട്ടാ പറഞ്ഞത്.
ഇപ്പൊ മൊത്തത്തിലെ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോ സ്വിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആവും, പമ്പിന്റെ എണ്ണം കുറയും, സിമെന്റ് കുറയും, അതൊക്കെ നോക്കണം. അല്ല ഞാൻ ഇപ്പൊ ബേബിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ അതുകൊണ്ടാണല്ലോ, നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. എത്തിയോ നിങ്ങളൊക്കെ എപ്പോ വന്നു? എന്താ ഈ പോയ കാര്യമൊക്കെ? ഏകദേശം ശരിയായിട്ടുണ്ട്. കാശ് അടയ്ക്കണം എന്ന് പറഞ്ഞു, അത് അടച്ചു. അപ്പൊ അവർ അയച്ചോളാന്ന് പറഞ്ഞു. അല്ല മേസ്ത്രി പ്യാരിയേട്ടനായിട്ട് സംസാരിച്ചില്ലേ? പ്യാരി നീ ഒന്നും പറയണ്ട. നീ ആ കൊടുത്ത ഫോണുണ്ടല്ലോ, അപ്പൊ അതിന്റെ മുകളിലാണ് 24 മണിക്കൂറും. ഇപ്പൊ എനിക്കൊരു ഫോൺ നീ തന്നിട്ടില്ലേ, ഞാൻ അതിന്റെ മുകളിൽ കുത്തിയിരിക്കേണ്ട സമയം. ആ വീടിന്റെ കാര്യം സംസാരിക്കാനല്ല ഇപ്പൊ ഈ ആളുകളൊക്കെ ഇരിക്കണം. ആ സ്ഥലത്ത് ഇതാ ആ ഫോണാ വന്ന അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. ഇവിടെ ഇരിക്കുന്ന അല്ല നീ ഇതെപ്പോ വന്ന്? ഇത്ര നേരം ഇല്ലാത്തൊരു ചിരി. അതെ, എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇതില്. ഓരോ വീഡിയോ കണ്ടിട്ടിരുന്ന് ചിരിക്കായിരുന്നു. ഇങ്ങനെ തമാശയൊക്കെ കണ്ട് ഫുൾ ടൈം വീടിനുള്ളിൽ അടയിരുന്നു കേട്ടാ, ഒരു കാര്യത്തിനും പുറത്തിറങ്ങണ്ട. അപ്പൊ നീ പോയിക്കോളാന്ന് പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ പോവൂലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പോവാനായിട്ട്, പോവാത്തോണ്ടല്ലേ ഞാൻ പോയത്. എടി മേസരി വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കായിരുന്നില്ല അവിടെ. പുള്ളിയോട്ട് സംസാരിച്ചിരിക്കുന്ന ആളാണോ ഇവിടെ ഒന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണേ? അത് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് മാറിയുള്ളൂ. ഞാൻ നമ്മുടെ ആവശ്യത്തിന് വന്ന ആളാണോ പുള്ളി? എന്നിട്ട് പുള്ളി ഇവിടെ അച്ഛനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കണേ? അത് ഞാനല്ലേ ഇടപെട്ടേക്കല്ലേ. നീ ശരിയായ പോയ കാര്യം? ശരിയായി. അവിടെ പൈസ അടച്ചിട്ടുണ്ട്, അത് വന്നോളും. ആണോ? വന്നോളൂ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചോദിക്കണ്ടേ? അപ്പൊ ഏട്ടനെ എന്തിനാ ഇവിടെ ഇരിക്കണേ എന്റെ ഭർത്താവെന്നും പറഞ്ഞ്? ഒന്ന് പതുക്കെ പറയടി, പുറത്ത് കണ്ണി കണ്ടോരിക്ക. നീ പോയൊന്ന്. ഞാൻ പറഞ്ഞു കൂടി പോകൂട്ടാ. പിന്നെ ഉറങ്ങാനല്ലാതെ ഒരു പണിയും ഇല്ല. ഒരു 50,000 കടം തരുക. 50,000 റുപ്യ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? 1000 2000 ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. എവിടുന്ന് 50,000 ഒക്കെ? 30,000 തരുക. ഒരു പണിയും തുറയില്ലാത്ത നിങ്ങൾക്ക് കാരം 30,000 തരും. ഒന്നും 10,000 തരുക. ഒന്ന് പൊയ്ക്കാറുന്നെങ്കിൽ അങ്ങോട്ട് വരും. ഭാവേ ഒരു 50,000 കടം തരുക. ഒരു 50,000. 50,000 രൂപ? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് 50,000 കയ്യിലുള്ള ആളെ കണക്ക് തോന്നണുണ്ടോ? നല്ല ഷർട്ടും നല്ല കാത്തിൽ ഉണ്ടല്ലോ. ഒരു 25,000 തരുടാ. എന്റെ ഒന്നുമില്ല. ഒന്നിനോട് ചോദിച്ചാലും കിട്ടുന്നില്ല. ആര്? ഒരു 50,000 കടം തരുവാ. നീ എവിടെ പോയി കിടക്കാണ് പകല് മുഴുവൻ? ഒരു നേരത്തും ഓൺലൈനിൽ കാണാനില്ലല്ലോ. ഏട്ടനെ അറിയാവുന്നതല്ലേ, എനിക്കിവിടെ അങ്ങനെ ഫ്രീഡം ഒന്നും കിട്ടാറില്ല സംസാരിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഞാൻ ആരും കാണാണ്ട സംസാരിക്കണേ. എനിക്ക് ഫ്രീഡം ഉണ്ടായിട്ടാണ്. ഇപ്പൊ വൈഫ് കുളിക്കാൻ പോയ നേരത്താണ് നിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കണത്. കേക്കോ സംസാരിക്കണത്? ഇല്ല, അതൊരു 1-2 മണിക്കൂർ എടുക്കും. വെറുതെ തേച്ചൊരച്ച് വിളിക്കാന്നേ ഉള്ളു, കാര്യമൊന്നുമില്ല. നിന്നെ കിട്ടിയ പിന്നെയാണ് അവളേക്ക് എടുത്ത് കിണറ്റിലിടാൻ എനിക്ക് തോന്നണത്. ദമയോ, ഞാനൊരു കാര്യം പറയട്ടെ. ഭയങ്കര ഗ്ലാമറാണ് ട്ടോ താൻ. ഞാൻ അത്ര ഗ്ലാമറൊന്നുമല്ല. എനിക്കിപ്പോ നീ വന്നേ പിന്നെ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കണം, സംസാരിച്ചോണ്ടേ ഇരിക്കണം. ബാക്കി എല്ലാവരോടും എനിക്ക് ദേഷ്യമാണെന്ന്. ഈ ലോകത്ത് എന്ത് നടക്കണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല സത്യത്തില്. ഞാൻ എൻ്റെ ഭാര്യനോട് മുണ്ടിയിട്ട് എത്ര ദിവസമായി. നിന്നെ പരിചയപ്പെട്ടേ പിന്നെ ഇവിടെ കാണണ കല്യാണ് എനിക്ക്. നമ്മളെ ദൈവം കൂട്ടിച്ചേർത്തതായിരിക്കുള്ളൂ അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് ഇത്രയും കാലം വൈകിയെന്ന് നമ്മ പരിചയപ്പെടാൻ. എന്താ നീ ഒന്നും മിണ്ടാത്ത? അവിടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ല, ആരും ഇല്ല. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാൻ റേഞ്ചറുള്ളടത്തോട്ട് നീങ്ങക്ക്. എന്തോ ക്ലിയർ അല്ല.
ആ അതേ ആ പറയാനുള്ളത് വേഗം പറഞ്ഞു തീർക്കണം. വൈഫ് ഇപ്പൊ വരും. ഞാൻ അവൾക്കൊരു പോലീസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കിലിങ്ങണത്. വരണ കേൾക്കുമ്പോ എനിക്ക് ശബ്ദം കേൾക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യൂ കേട്ടാ. പിന്നെ ദമയോ പറ. ഈ വീഡിയോ കോൾ മാത്രം ചെയ്തോണ്ടിരുന്നിട്ട് എന്തായാലും നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? എനിക്കും കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. നീ എന്തേലും നുണ പറഞ്ഞൊന്ന് ചാട്. നമുക്ക് മൂന്നാറ് പോകാം. മൂന്നാറ് പോയിട്ട് ആ കുന്നിന്റെ മുകളില് മഞ്ഞത്ത് നിന്റെ മടിയിൽ എനിക്കൊന്ന് കിടന്നു കുറച്ച് കാര്യങ്ങൾ പറയണം. മഞ്ഞത്ത് ആ ആ വന്നിണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേ നീ വിളിച്ച് സമയവും ഇതും പറഞ്ഞാ മതി, ഞാൻ വന്നോളാം കേട്ടാ. ആ ശരി. കിലുക്കം കേക്കണ്ട്, കിലുക്കം വന്നുണ്ട്, നമ്മുടെ വട വന്നുണ്ട്. കട്ട് ചെയ്തോ. ആ ദമയോ, ഇവിടെ എത്തിയോ? ആ ഞാൻ നീ പറഞ്ഞ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഇവിടെ ആരുമില്ല. ഞാൻ കണ്ടു. ഞാൻ ഇവിടെ ബാൽക്കണിയിലുണ്ട്, മുകളില്. എവിടെ? ഇവിടെ ആരും കാണില്ല. ഇവിടെ ആരുമില്ല. എവിടെ? മുകളിലുണ്ട്, മുകളില്. ഞാൻ വാതില് തുറന്നിട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? ഇല്ല, കുഴപ്പമൊന്നും ആവില്ല. ഞാൻ അങ്ങോട്ട് വരണോ? ആ ആ ദമയോ, ഞാൻ താഴെ മുകളിലേക്ക് വരണ. നമസ്കാരം. കൊലപാതക പരമ്പര നടത്തിയ കില്ലർ ഉണ്ണിരാജെ കേട്ടിട്ടുണ്ടായി? സോറി. ഞാനാണത്. ഉണ്ണി, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തില്ല, അവിടെ ഇരിക്കേ. സാറേ ഞാൻ പോയിക്കോളാം സാറേ. മിസ്റ്റർ പ്യാരിജാതൻ ഇരിക്കും അവിടെ. നമ്മുടെ സ്വന്തം തമയുവിന്റെ വീടല്ലേ, അവിടെ ഇരിക്കേ. സാറേ എന്താ ഉണ്ണി ഇത്? വീട്ടില് വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറണ്ടേ? സാറേ ഞാൻ പോയിക്കോളാം സാറേ. ഇല്ല, അങ്ങനെ വന്നിട്ട് അങ്ങനെ അങ്ങ് പോകരുതേ. കുടിക്കാൻ ചായ വേണോ, അതോ കാപ്പി വേണോ, അതോ ഫ്രഷ് ജ്യൂസ് വേണോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണോ, അതോ ഇനി മദ്യം വല്ലതും വേണോ, ഐസ്ക്രീം ആയാലോ? വേണ്ട സാറേ, വേണ്ട. ഒരബദ്ധം പറ്റിയ ഞാൻ പോയിക്കോളാം സാറേ. എന്താ അബദ്ധം? അറിയാതെ വന്നതാണ് സാറേ. മേലുണ്ടാവൂല. 3 കൊലപാതകം നടത്തിയവനാ. 4 മർഡർ. അറിയാ എനിക്ക്? അപ്പൊ പ്യാരിജാതൻ വഴിതെറ്റി വന്നാണല്ലേ? വിളിച്ചിട്ട് സാറേ. ആര് വിളിച്ചു? ദമയന്തി. ദമയന്തി, നിന്നെ കാണാൻ നളൻ വന്നിരിപ്പുണ്ട്, ഇങ്ങോട്ട് വാ. വിളിക്കണ്ട സാറേ. അതെന്താ? ഹലോ, എന്താണ് പരിചയമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നത്? ഇവരൊക്കെ അല്ല, ഞങ്ങളാരാന്നറിയില്ല അല്ലേ? ഇത് ദമയന്തിയുടെ ഒരേ ഒരു ആങ്ങള ഉണ്ണി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കേസൊക്കെ ആയിട്ട് ജയിലിൽ പോവും. ഞാൻ മന്മഥൻ. പറഞ്ഞു വരുമ്പോ അവളുടെ ഭർത്താവായിട്ട് വരും. അപ്പൊ നീ വിളിച്ചിട്ടാ വന്നത്? അല്ലല്ല, എന്നെ കാണാൻ കൊതിയായിട്ട് വന്നതാ. ഓ ഉണ്ണിയേ, അവന്റെ ആ കണ്ണട ഒന്ന് മാറ്റിക്കൂടെ, അവൻ നേരെ കാണട്ടെ, കണ്ട് കൊതി തീരട്ടെ. മാറ്റിക്കോ. വേണ്ട സാറേ. ആ വടാ, നോക്കടാ, മൂത്ത് നോക്ക്. സാറേ ഞാനല്ലേ, ഇയാളാണ് എനിക്ക് മെസ്സേജ് വിട്ടത് ആദ്യം. ആഹാ, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് മെസ്സേജ് കഴിഞ്ഞാ അപ്പൊ റിപ്ലൈ കൊടുക്കോ? ശരിയേട്ടാ. എവിടെ നിങ്ങള് എവിടെ ടൂർ പോവാന്ന് പറഞ്ഞ? എവിടെ? മൂന്നാറ്. ആ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇറങ്ങിയാലോ എല്ലാവരും കൂടെ? എല്ലാവരും കൂടെ ഇറങ്ങിയാലോ മൂന്നാറ്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവന്റെ ഭാര്യനെയും കൂടെ കൂട്ടാം. സാറേ നാണം കെടുത്തരുത്. വൈഫും അച്ഛനും ഒക്കെ ഉള്ള വീട്ടില്. നാണം കെടാൻ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. നമ്മൾ ഇതിന്റെ ചാറ്റൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ചാറ്റ് ഹിസ്റ്ററി, അതെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും വിടാം, ഇല്ലേ? ഫേസ്ബുക്കിൽ ഇടാം. അപ്പൊ നിന്നെ അറിയാന്നുള്ളവർ, നിന്റെ ബന്ധുക്കളൊക്കെ നിന്നെ ഒന്ന് മനസ്സിലാക്കും. സാറേ ഞാൻ കാല് വിളിക്കാം സാറേ. അല്ല, എന്താ നീ പറയുന്നത്? നിന്റെ ചിരി കാണാൻ നല്ല മടി കിടന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ? അതൊരു മൂടായപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ്. എടാ, ഞങ്ങളിപ്പോ നല്ല മൂടാണ്, നമുക്ക് തുടങ്ങിയാലോ? മേലാലും ഉണ്ടാവൂല, ഞാൻ പോയിക്കോളാം. മാപ്പു. അല്ല,
കുഴപ്പമില്ല, നീ ഇപ്പൊ പറഞ്ഞില്ല, നീ ഇപ്പൊ ചെയ്തത് വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാം ആമ്പിളേര് ചെയ്യും, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇതുപോലെ. പറ്റിപ്പോയി സാർ. ഡാ, വെറുതെ ബോറടിക്കുമ്പോ ഒരുത്തരം വെട്ടിക്കൊന്നവനാണ് ഞാൻ. വേണ്ടെന്നേ, പിന്നെ അവളുടെ കുറെ സമയം നീ പാഴാക്കിയില്ലേ. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് വേണടി, നീ പറ. സാറേ ഒന്നും വേണ്ട സാറേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഫോണും കൈകൊണ്ട് തൊടൂല. അല്ല പ്യാരിജാത, നീ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞാ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നിനക്ക് വീണ്ടും തുടങ്ങും സൂക്കേടും. ഇല്ല സത്യം പറയടോ, ഞാൻ വരില്ല. ഇതിനെ പിടിക്കണേ. നമ്മള് സാധാരണ ഒരു 8 അല്ലേ മേടിക്കണേ. ആ ഇയാളായതുകൊണ്ട് നമുക്കൊരു 5 ഒതുക്കാം. ആടാ ഭാഗ്യമാണ്, അവൾ 5 ചോദിച്ചോളൂ കേട്ടോ. ഒരു 5 ലക്ഷം രൂപ. അയ്യോ എന്റെ പൈസ ഇല്ല സാറേ, എന്റെ എന്താ നീ പറയണ, എന്റെ പൈസ ഇല്ല. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പൈസ 25 ലക്ഷം രൂപയുടെ FD, പിന്നെ 50 ലക്ഷത്തിന്റെ വീട്, ദുബായില് ഭാര്യക്ക് ജോലി. ആ കയ്യിന്നിട്ടതാണ്. അതെ, നീ ഒരു കാര്യം ചെയ്യും, വൈഫ് ഗൾഫിലാണല്ലോ അല്ലേ, നല്ലൊരു വീട് വെച്ചോണ്ടിരിക്കല്ലേ. എത്ര 50, 60, എത്ര ലക്ഷം രൂപ? 55. 55 ലോണാണ് സാറേ. അത് കുഴപ്പമില്ല, നീ ആ കൂട്ടത്തില് ലോണിന്റെ കൂടെ ഒരു 5 ലക്ഷം രൂപ ലോണും കൂടെ അങ്ങ് പോകും. ഇല്ല സാറേ, മേലാലുണ്ടാവൂലേ സാറേ, മേലാലുണ്ടാവില്ല. ഞാൻ എല്ലാവരും കാല് പിടിച്ച് മാപ്പി വയ്ക്കും. പറ്റിപ്പോയി സാറേ. പറയണോ മോനെ, നാട്ടിലോട്ട് പട്ടി കടിക്കാൻ വന്നപ്പോ പട്ടിയെ കൊട്ടോട്ട് ഉടമസ്ഥർ പോയി വെട്ടി വരണേ.